ഇടത് കോട്ടകളിൽ ഉൾപ്പെടെ നേരിട്ട വൻ പരാജയത്തിൽ ആത്മപരിശോധനയ്ക്ക് സിപിഐയും സിപിഐയും തയ്യാറെടുക്കുന്നു. പരാജയം അപ്രതീക്ഷിതമെന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർക്കുമെന്നും പാർട്ടി അംഗങ്ങൾക്ക് നിർഭയമായി അഭിപ്രായം പറയാമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്രതീക്ഷിതമായ പരാജയമാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. ഈ പരാജയത്തെ സംബന്ധിച്ച് അതിനുണ്ടായ വിവിധ കാര്യങ്ങൾ, വിവിധ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിന് ഇടയായിട്ടുണ്ട് എന്നാണ് പാർട്ടി പ്രാഥമികമായിട്ട് കാണുന്നത്. CPIM പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടി ഘടകങ്ങളെയും LDFിലെ ഘടകകക്ഷികളെയും ജനങ്ങളെ ആകെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളും. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. തോൽവിക്ക് കാരണം പിണറായി വിരുദ്ധ വികാരം എന്ന വിലയിരുത്തലിലാണ് CPI. പാർട്ടിയിലെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിയത് തിരിച്ചടിക്ക് വഴിവെച്ചു എന്നും വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയ്ക്ക് ഉത്തരവാദി നേതൃത്വമാണെന്നും CPI നേതൃയോഗങ്ങളിൽ വിമർശനമുണ്ടായി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ CPI ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. See, whatever may be the reason, the result is result. We were defeated. And as I told you, it's a humiliating and embarrassing defeat. The left front is now seriously discussing all those issues, and we accept this. But at the same time, we never expect this kind of a debacle. And I think we need new faces to lead the movement, new faces in the opposition. Need a new opposition leader, need a new opposition deputy leader. And I think CPM will be the opposition leader, and of course CPI can be the deputy leader also. So in many ways we need to make a clear-cut plan for the future. റിനു ശ്രീധരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഒരിക്കൽ കൂടി. റിനു, CPIM-ഉം CPI-യും ഈ രീതിയിൽ ഇപ്പോൾ തോൽവി വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയന് എതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് പ്രചാരണ സമയത്തുണ്ടായ ചില പരാമർശങ്ങളൊക്കെ തിരിച്ചടിയായി എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഏത് കോണുകളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്? എന്താണ് ഇതിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ ചർച്ചകൾ? പ്രജിനെന്ന CPIയുടെയും CPM-ന്റെയും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്ന് നിലവിലെ കനത്ത പരാജയം, അതായത് ഇടത് കോട്ടകളിൽ പോലും ഉണ്ടായ കനത്ത പരാജയം ചർച്ച ചെയ്തു എന്നുള്ളതാണ്. നിലവിൽ സർക്കാർ വിരുദ്ധത ഒന്നും ഇല്ല എന്നുള്ളതാണ് CPI വിലയിരുത്തിയതൊപ്പം പിണറായി വിരുദ്ധത ഉണ്ട് എന്നുള്ളതും രൂക്ഷമായിട്ടുള്ള വിമർശനമായി തന്നെ ഉയർന്നു എന്നുള്ളതാണ്. എന്തായാലും ആത്മപരിശോധന നടത്തുമെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഒരു കാര്യം. അത് ആത്മപരിശോധന നടത്തുന്നത് CPM-ന്റെ ബ്രാഞ്ച് തലം മുതൽ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് സഖാക്കൾക്ക് അഭിപ്രായം പറയാമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം, അതായത് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോഴും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു എന്നുള്ളതാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവായി ഉയർന്ന് വരേണ്ട ആളല്ല പിണറായി വിജയൻ, അത്തരത്തിൽ വരേണ്ട എന്നുള്ളതാണ് CPIയുടെ ഒരു വിമർശനമായി ഉയർന്നത്. കേന്ദ്ര നേതൃത്വം പോലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് ഉയർത്തുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് ഇടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിണറായി വിജയനോ ആരോ ഈ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടതും CPM ആണ് എന്നുള്ളതാണ്. അതിൽ ഒരു താല്പര്യവും CPIക്കില്ല. ഉയർന്നു വരുന്ന മാധ്യമ വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരും എന്നുള്ളതിൽ CPIക്ക് കനത്ത വിമർശനമുണ്ട് എന്ന് തന്നെയാണ് ഉയർന്നു വരുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ. ഇന്നത്തെ യോഗത്തിലും അത്തരമൊരു വിമർശനം തന്നെയാണ് ഉയർന്നത്. എന്തായാലും CPM ആത്മപരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.